ടൊയോട്ട ഫോർച്യൂണറിന് പ്രൗഢിയില്ലെന്ന് ആരും പരാതിപ്പെടില്ല. ഉഷിരൻ രൂപം, വടിവത്തെ ആകാരം. എന്നിട്ടും പൂനെയിൽ ഒരു ഫോർച്യൂണർ ഉടമ തീരുമാനിച്ചു ടൊയോട്ട എസ്യുവിക്ക് ജീപ്പിന്റെ മുഖം വേണമെന്ന്. പിന്നെ വൈകിയില്ല. അയാസ് കസ്റ്റംസ് എന്ന മോഡിഫിക്കേഷൻ സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഫോർച്യൂണറിനെ ബേബി ജീപ്പാക്കി മാറ്റി ഇദ്ദേഹം. റെനഗേഡിലേക്കുള്ള പരകായ പ്രവേശത്തിൽ 14 ലക്ഷം രൂപയോളം ഉടമയ്ക്ക് ചിലവായി. പുറമോടിയിലും അകത്തളത്തിലും പ്രത്യേക മോഡിഫിക്കേഷൻ കിറ്റുകൾ ഉപയോഗിച്ചാണ് ഫോർച്യൂണർ ജീപ്പ് തനിമ കൈവരിക്കുന്നത്. മുന്നിൽ കുത്തനെയുള്ള സ്ലാറ്റ് ഗ്രിൽ ഫോർച്യൂണറിൽ ശ്രദ്ധ പിടിച്ചിരുത്തും. അമേരിക്കൻ നിർമ്മാതാക്കളായ ജീപ്പിന്റെ കയ്യൊപ്പാണിത്. റെനഗേഡിൽ നിന്നും പ്രചോദനം നേടിയ വട്ടത്തിലുള്ള ഹെഡ്ലാമ്പുകളും LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും അതേപടി ഫോർച്യൂണറിലേക്ക് ഇവർ പകർത്തിയിട്ടുണ്ട്. മുൻബമ്പറിലാണ് പരിഷ്കാരങ്ങളോടുള്ള ഫോക്ക് ലാമ്പുകൾ. സിൽവർ ആവരണമുള്ള മുൻബമ്പറും മേൽക്കൂരയിലെ പ്രകാശ തീവ്രത കൂടിയ ലാമ്പുകളും ഫോർച്യൂണറിന്റെ ജീപ്പിന്റെ പൗരുഷം നൽകാനുള്ള ശ്രമത്തിൽപ്പെടും. അതേസമയം പിന്നഴകിൽ തനി ഫോർച്യൂണറായി SUV തുടരുന്നു. വിമാനങ്ങളിൽ കണ്ടുവരുന്ന ഫസ്റ്റ് ക്ലാസ് സീറ്റ് സൗകര്യങ്ങളാണ് അകത്തളത്തിൽ ഒരുങ്ങുന്നത്. ഇതിനായി 2-3 നിര സീറ്റ് ഘടന ഇവർ പൊളിച്ചെഴുതി. ആഡംബരം വിളിച്ചോതുന്ന തടിനിർമ്മിത ഘടകങ്ങളാണ് ഉള്ളിൽ ഏറിയ പങ്കും. അകത്തളത്തിന് നടുവിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ LED ടിവിയിൽ തുടങ്ങും SUVയിലെ മോഡിഫിക്കേഷൻ വിശേഷങ്ങൾ. ഇളം തവിട്ട് കലർന്ന ഇരട്ട നിറമാണ് തുകൽ സീറ്റുകൾക്ക്. ചെറിയ ഫ്രിഡ്ജ്, മടക്കി വയ്ക്കാവുന്ന ലാപ്ടോപ്പ് ടേബിൾ, ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സംവിധാനം, ആംബിയൻ ലൈറ്റിംഗ് എന്നിങ്ങനെ സൗകര്യങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് SUVയിൽ. ടൊയോട്ട ഫോർച്യൂണറിന്റെ ആദ്യ തലമുറ മോഡലാണ് ഇവിടെ മോഡിഫിക്കേഷന് വിധേയമായത്. പുറമോടിയിലും അകത്തളത്തിലും മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും SUVയുടെ എഞ്ചിനിലേക്കുള്ള പരിഷ്കാരങ്ങൾ എത്തിയിട്ടില്ല. 2.5 ലിറ്റർ D4D ടർബോ ഡീസൽ എഞ്ചിനാണ് റെനഗേഡായി മാറിയ ഫോർച്യൂണറിൽ തുടിക്കുന്നത്. എഞ്ചിന് 142 bhp കരുത്ത് പരമാവധി സൃഷ്ടിക്കാനാവും. 171 bhp കരുത്തുള്ള 3 ലിറ്റർ 4 സിലിണ്ടർ D4D എഞ്ചിനും ആദ്യ തലമുറ ഫോർച്യൂണറിന് ടൊയോട്ട നൽകിയിട്ടുണ്ട്.